നഴ്സിംഗ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LBSന്റെ 27-ാം തീയതി നടത്താനിരുന്ന സ്പോട്ട് അലോട്ട്മെന്റ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഡേറ്റ് എക്സ്റ്റൻഷൻ, അതായത് നവംബർ 30-ാം തീയതി വരെ അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് മാറ്റിവെച്ചിരിക്കുന്നത്. വീണ്ടും 29-ാം തീയതി സ്പെഷ്യൽ അലോട്ട്മെന്റുകളായിട്ട് വേക്കന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻസ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ 27, 28 തീയതികളിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് വീണ്ടും നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് ഏതൊക്കെ കോളേജുകളാണോ ഉള്ളത് നമ്മുടെ പ്രൊഫൈൽ പേജിൽ കയറി ഏതൊക്കെ കോളേജുകളാണ്, എവിടെയൊക്കെയാണ് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ എല്ലാ കോളേജുകളും ഓപ്ഷൻസ് വെച്ച് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ LBS വഴി ഓൾറെഡി അഡ്മിഷൻ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. പക്ഷെ ജോയിൻ ചെയ്ത കോളേജിൽ നിന്നും NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അങ്ങനെ മാത്രമാണ് അവർക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നവംബർ മാസം 3-ാം തീയതിയോടുകൂടി തന്നെ കേരളത്തിലെമ്പാടും BSc നഴ്സിംഗിന്റെ ക്ലാസ്സുകൾ, BSc നഴ്സിംഗിന്റെയും ജനറൽ നഴ്സിംഗ് കോഴ്സുകളുടെ ഒക്കെ തന്നെ ക്ലാസ്സുകൾ തുടങ്ങണം എന്നുള്ള രീതിയിലും ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു 29-ാം തീയതി വരുന്ന അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ പറയുന്ന 3-ാം തീയതി വരുന്ന ക്ലാസ് ജോയിനിങ്ങിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 29-ാം തീയതി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒട്ടുമിക്ക കോളേജുകളിലും സീറ്റുകൾ ഫില്ലാവുകയും കുട്ടികൾ ക്ലാസ്സിലേക്ക് നവംബർ 3-ാം തീയതി തുടങ്ങുന്ന ബാച്ചിലേക്ക് അവർക്ക് എൻ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവർക്ക് ക്ലാസ് തുടർ പഠനം കാര്യങ്ങൾ സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്കുള്ള മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക കോളേജുകളിലും 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതുമാണ്. അതായത് നവംബർ ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ ക്ലാസ്സുകൾ തുടങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, അതായത് 25, 26 അക്കാഡമിക് ഇയറിലേക്ക് അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികളാണെങ്കിൽ BSc നഴ്സിംഗ് ആയിക്കോട്ടെ, ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ, മറ്റുള്ള കോഴ്സുകളായിക്കോട്ടെ, ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം BSc നഴ്സിംഗ് എന്നുള്ളത് സെമസ്റ്റർ സിസ്റ്റത്തിൽ പോകുന്ന ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നേരിടാൻ സാധ്യതയുണ്ട്. കാരണം 6 മാസത്തിന്റെ അകത്ത് ഏകദേശം 4 മാസമാണ് ആക്റ്റീവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവുക. ആ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുവരെയും അഡ്മിഷൻസ് കിട്ടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഏകദേശം ഏപ്രിൽ മാസത്തോടുകൂടി തന്നെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പരീക്ഷകൾ വരുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിലായാലും കേരളത്തിന് പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഏപ്രിൽ മാസത്തോടെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പരീക്ഷകൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും താമസിക്കാതെ ഈ ഒരു വർഷം തന്നെ, ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നെങ്കിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഈ ഒരു വർഷം തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഓരോ വർഷവും മുന്നോട്ട് പോകും തോറും നമ്മുടെ ലൈഫിൽ നിന്നും ഒരു വർഷം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സമയം ഇനിയും ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നഴ്സിംഗിൽ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുന്നതെങ്കിൽ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ പോലും ഫീസ് പാക്കേജ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 9 ലക്ഷം രൂപയ്ക്ക് ഭക്ഷണം താമസം എല്ലാം ഉൾപ്പെടെയൊക്കെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന പാക്കേജസും അവൈലബിൾ ആണ്. അപ്പോൾ മികച്ച കോളേജുകളിൽ ചെറിയ ഫീസിൽ തന്നെ അഡ്മിഷൻസ് എടുക്കാം. ഈ പറയുന്ന കോളേജുകളിൽ തന്നെ നേരത്തെ അഡ്മിഷൻ എടുത്തവർ 12, 13 ലക്ഷം രൂപയ്ക്ക് അഡ്മിഷൻ എടുത്തേക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീസ് പാക്കേജ് നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി അത് മാക്സിമം കഴിവതും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.